ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് തുടങ്ങാനും ഇതുവരെ ഈ ഒരു നിമിഷം വരെ നമ്മളെ കൂടെ നിർത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. അതെ, നമ്മളെല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എല്ലാവരും ജനിച്ചു വീഴുന്ന ഒരു പിഞ്ചു കുഞ്ഞു തൊട്ട് വാർദ്ധക്യരായ മാതാപിതാക്കൾ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സന്തോഷം സമാധാനമായിട്ട് ജീവിക്കണമെന്നുള്ളത്. പക്ഷെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാറില്ല. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ജീവിത പശ്ചാത്തലമായിരിക്കാം, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കും. എന്തു തന്നെ ആയാലും പലരും പല പ്രതിസന്ധികളിലൂടെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കും ദൈവമേ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു സങ്കടവും ഇല്ലാതെ ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. ഏകദേശം ഒരു വർഷത്തിന് മുന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നെ ഇങ്ങനെ പിന്തുടർന്നിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ പലപ്പോഴും തളർന്നു വീണു, കരഞ്ഞു, എന്തിന് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഒരു സമയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മരണത്തെ മുഖാമുഖം വരെ കാണുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരിക്കലും ആത്മഹത്യയുടെ വക്കിലുള്ള മരണമല്ല. എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്ക് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ പെട്ടെന്ന് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എമർജൻസി ആയിട്ട് എന്നെ കൊണ്ടുപോകേണ്ടി വന്നു. എന്തായാലും ദൈവകൃപയാൽ എൻ്റെ മോള് അപ്പോഴേ സുരക്ഷിതയായിട്ട് എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ദൈവം എൻ്റെ മോളെ എനിക്ക് കിട്ടി. എങ്കിലും എൻ്റെ മാതാപിതാക്കളുടെ സങ്കടം, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്ന ഒരു ഇതാണ്. എൻ്റെ അബോധാവസ്ഥയിലും എനിക്കൊന്നും പറയാൻ പറ്റാതെ ഞാൻ കിടക്കുമ്പോഴും അവരുടെ ആ കരച്ചിൽ എൻ്റെ അപ്പച്ചൻ ഡോക്ടറോട് പറഞ്ഞ, ഡോക്ടറെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഡോക്ടറെ, എൻ്റെ മോക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഞാനുണ്ടാവില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചൻ്റെ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ ഞാൻ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അങ്ങനെ എമർജൻസി ആയിട്ട് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറ്റുമ്പോഴും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ അപ്പച്ചൻ എൻ്റെ തലയിൽ തലോടുന്നു, തടകുന്നു, എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ എന്നെ കൊണ്ടുവരുന്നു. എന്തൊക്കെയോ ആരൊക്കെയോ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഞാൻ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇടയ്ക്ക് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ്. പക്ഷെ അത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്താ പറയുക, നമ്മൾ ഒരു പൂമ്പാറ്റയെ പോലെ സത്യം പറഞ്ഞാൽ ചിറകും വെച്ച് ഞാനങ്ങ് പറന്നു പോകും. എവിടെയാണെന്നറിയാത്തുള്ളൊരു യാത്ര. ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ആ 3 ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ICUവിലാണ് കിടക്കുന്നത്. അപ്പോൾ വെളിയിൽ ആ ഡോറിൽ ആ റൗണ്ട് ഒരു ഇതുണ്ടല്ലോ നമുക്ക് കണ്ണാടി, ആ കണ്ണാടിയിൽ എൻ്റെ അപ്പച്ചൻ ആ ദൂരെ നിന്ന് എന്നെ നോക്കുക. ഞാൻ ഫസ്റ്റ് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണുന്ന വ്യക്തി എൻ്റെ അപ്പച്ചനാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, നോക്കി അവിടെ ഒരാൾ മേരിമോളെ കാത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ ആകാംക്ഷയോടെ ഞാൻ നോക്കി. എനിക്കറിയാം അതെൻ്റെ അപ്പച്ചനായിരിക്കും, വേറെ ആരും എന്നെ കാത്ത് നിൽക്കത്തില്ല, വേറെ ആരും എനിക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചനായിരുന്നു. അങ്ങനെ ആ 3 ദിവസം കഴിഞ്ഞു. അന്നേരം നമുക്ക് ICU ആയതുകൊണ്ടും നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഡ്രസ്സൊക്കെ ധരിച്ച് എൻ്റെ അപ്പച്ചൻ വന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോള് തിരിച്ചു വരും, എൻ്റെ മോൾ അങ്ങനെ അപ്പച്ചൻ ഇട്ടിട്ട് പോകില്ല എന്ന് അപ്പച്ചൻ അറിയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല അപ്പച്ചൻ, എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടു. എൻ്റെ മോളെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിടത്തിയപ്പോഴും എന്നോട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയൊന്നും ഉറച്ചിട്ടില്ല, 3 ദിവസമായിട്ടേ ഉള്ളൂ മേരിമോളി. ഞാൻ ഡോക്ടർ, എൻ്റെ മോക്കൊന്നും പറ്റത്തില്ല. ഒരു പക്ഷേ എന്നേക്കുമായിട്ട് തീരാമായിരുന്ന എൻ്റെ ഒരു ജീവിതം ദൈവം തിരിച്ചു തന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം അവൾക്ക് ഒരു തുള്ളി മുലപ്പാൽ പോലും ഈ നിമിഷം വരെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി, എൻ്റെ മോൻ്റെ കരച്ചിൽ, എൻ്റെ മാതാപിതാക്കളുടെ സങ്കടം, എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നു അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം ഞാൻ ഈ ലോകത്ത് തിരിച്ചു വരാൻ കാരണം. അങ്ങനെ ആ ഒരു സമയം ഏകദേശം ഒരു
ഒരു 6-6.5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. അതിനുശേഷവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു, ഒരുപാട് വിഷമങ്ങൾ വന്നു. പക്ഷേ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ദൈവം എനിക്ക് വേണ്ടി എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എല്ലാവരും ജീവിക്കുന്നത് പോലെ ദൈവത്തിൽ പ്രതീക്ഷ വെച്ചിട്ട്, അതിലധികം പ്രതീക്ഷ വെച്ചിട്ട് ജീവിതത്തെ അതിജീവിച്ചു. അങ്ങനെ 2024 മാർച്ച് 4-ാം തീയതി ഞാൻ ബോംബെയിൽ ആദ്യമായിട്ട് ഇസ്രായേലിൽ വരാൻ വേണ്ടി ക്ലാസ്സിൽ പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിക്കും സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന്. സാമ്പത്തിക അടിസ്ഥാനം തന്നെയാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നേ ഉള്ളൂ, ആത്മവിശ്വാസം. വട്ടപ്പൂച്ചത്തിൽ കിടക്കുമ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു സാഹചര്യവും എന്നെ രണ്ട് കടന്നു പോകും, അല്ലെങ്കിൽ ഇതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് എന്ന പ്രതീക്ഷ വെക്കുന്ന, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്നൊരു സൗഭാഗ്യമാണത്. കഴിഞ്ഞ വർഷം ഈ സമയം ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോഴും മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ അവർ സന്തോഷത്തോടെ അവർ ജീവിക്കണം. ഒരുപാടൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും കയറി കിടക്കാൻ പറ്റുന്നൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട്, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഏക സ്വപ്നം. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ എനിക്ക് ഈ മണ്ണിൽ വരണമായിരുന്നു. ഈ മണ്ണിൽ വരാൻ വേണ്ടി ഒരുപാട് കണ്ണീര് ഞാൻ പൊഴിച്ചു. എൻ്റെ സങ്കടങ്ങളൊന്നും ആരും കണ്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ പിരിഞ്ഞായ പുസ്തകത്തിൽ ഞാനിവിടെ വരണമെന്നുള്ളത് ദൈവം നേരത്തെ എഴുതി വച്ചിട്ടുള്ളതായതുകൊണ്ടും എനിക്ക് ഈ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമെന്ന് ദൈവത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടും ദൈവം എനിക്ക് വേണ്ടി തനിക്ക് മുന്നേ തൻ്റെ ദൂതനെ അയക്കും എന്നുള്ള വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞാനിവിടെ വന്നു. ഇവിടെ വരുമ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലും ജീവിതത്തിലും നിറയെ ആശങ്കകളായിരുന്നു. ആ ആശങ്കകൾക്കുള്ള ഉത്തരവും അതിനുള്ള മറുപടിയുമാണ് ദൈവം ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നടത്തി കൊടുക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ എനിക്ക് ദൈവം തന്ന ദാനം മാത്രമാണ്. അപ്പോഴേ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞു നിൽക്കാനോ പിന്തിരിഞ്ഞു മാറാനോ മുന്നോട്ട് വരാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് നമ്മുടെ പരാജയം. അല്ലാതെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല നമ്മുടെ പരാജയം. നമ്മൾ അതിനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാകാതെ വരുന്ന ആ ഒരു നിമിഷം, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷമാണ് ശരിക്കും നമ്മൾ പരാജയപ്പെടുന്നത്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കടബാധ്യതകൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ മക്കളില്ലാത്ത ഞാൻ കടന്നു പോകേണ്ടതായിട്ടുള്ള വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ ഒക്കെ ഞാൻ മനസ്സിൽ കണക്കൂട്ടിയിട്ട് തന്നെയാണ് വന്നത്. ഇവിടെ ഒറ്റയ്ക്കൊരു ഏകാന്തവാസം നടത്തുമ്പോഴും മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അവരവരുടെ സന്തോഷം മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മാറ്റി വെക്കുന്നു. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ തൻ്റെ ഇടത്തോട് നേരിടണം. അതിനാണെന്നോ പെണ്ണെന്നോ യാതൊരു വ്യത്യാസമില്ല. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആണുങ്ങളെ കൊണ്ടേ എല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഒരു സ്ത്രീയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ആണുങ്ങൾക്കും ചെയ്യാൻ സാധിക്കും, സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും, പെണ്ണുങ്ങളും ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. ഒരു വീട്ടിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ആ പ്രാപ്തി എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത തന്നെയാണ്. സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിലാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും രൂക്ഷമാകുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം. സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. മുന്നോട്ട് പോകുന്നവർക്കേ ജീവിതമുള്ളൂ. പാതവഴിയിൽ നിന്ന് പോകുന്നവർക്ക്, ജീവിതത്തിൽ സ്റ്റക്കായി നിന്ന് പോകുന്നവർക്കൊരു ജീവിതമില്ല. അവരുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. ജീവിതത്തിൽ നേടണോ നഷ്ടപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോൽ എന്നും നമ്മുടെ കയ്യിൽ മാത്രം സുരക്ഷിതമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.